വെൽക്കം ബാക്ക് അവർ ചാനൽ. പ്രിയപ്പെട്ട കുട്ടികളെ, 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ജിന്ദഗി കാ സഫർ എന്ന പാഠഭാഗത്തിലെ നോട്ട്സ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ പാഠത്തിലെ ഹൈക്കു കവിതകളെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇതിലെ 3 കവിതകൾ പഠിക്കാനുണ്ട്. കവിതകളല്ല, ഹൈക്കു എന്നാണ് അതിന് പറയുക. എന്താണ് ഹൈക്കു എന്നതിനുള്ള ഉത്തരം ഇവിടെ തന്നിട്ടുണ്ട്. ഹൈക്കു ക്യാ ഹേ, എന്താണ് ഹൈക്കു? അപ്പൊ അതിന്റെ ആൻസർ നോക്കാം. ഹൈക്കു ഏക്ക് ജാപ്പാനി കവിതാക്കി ശൈലി ഹേ. ഹൈക്കു എന്നത് ഒരു ജാപ്പനീസ് കവിതാരൂപമാണ്. ഇസ്മേ കേവൽ 3 പങ്ക്തിയാ ഹോത്തി ഹേ. അതിൽ വെറും 3 വരികളേ ഉള്ളൂ. പങ്ക്തിയാം എന്ന് പറഞ്ഞ വരികൾ, 3 വരികളാണ് ഒരു ഹൈക്കുവിൽ ഉണ്ടായിരിക്കുക. യഹ് ബഹുത്ത് ചോട്ടി, വളരെ ചെറുതും, ലേക്കിൻ ഗഹരി ബാത്ത് കഹനെ വാലി കവിത ഹോത്തി ഹേ. വളരെ ചെറുതും അതുപോലെ ഗഹരി ബാത്ത്, ആഴമേറിയ കാര്യങ്ങൾ പറയുന്നതുമായിരിക്കും ഈ കവിതയിൽ. അപ്പൊ നമ്മുടെ ഈ പാഠത്തിൽ നമുക്ക് 3 ഹൈക്കു കവിതകളുണ്ട്. അങ്ങനെ ഓരോ ഹൈക്കു കവിതകളുടെയും ആശയം നമ്മൾ പഠിക്കണം. അതായത് ഈ ചാപ്റ്ററിൽ നമ്മൾ 3 ആശയങ്ങൾ പഠിക്കണം. അപ്പം നമുക്ക് ആദ്യം തന്നെ 3 ഹൈക്കുവിൻ്റെയും കൂടിയിട്ടുള്ള മീനിങ്സ് നമുക്കൊന്ന് നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതിനൊക്കെ കൂടുതൽ മീനിങ്സ് ഇതിലുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും. ഒന്നാമത്തെ വാക്ക് സൂഖ. സൂഖ എന്ന് പറഞ്ഞാൽ വരൾച്ചയാണ്. ബാഡ്, പ്രളയം, അതായത് ഫ്ലഡ്. പിന്നെ സഫർ എന്ന് പറഞ്ഞാൽ യാത്രയാണ്, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ജേണി. സാഹബ് എന്ന് പറഞ്ഞാൽ ഉച്ച പതുവാല വ്യക്തി, മാന്യൻ, അതായത് പണമുള്ള ആളുകൾ, ഉന്നതമായിട്ടുള്ള ആളുകളാണ് സാഹബ്. ആങ്കൻ, ഗർക്ക ഗുലാ ഹിസ്സ, വീടിൻ്റെ തുറന്ന മുറ്റം, അതാണ് ആങ്കൻ. പിന്നെ ഫുഹാർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഡ്രിസിലാണ്, അതായത് ചാറ്റൽ മഴ, ഷവർ എന്നൊക്കെ പറയും. ബുഡാപ്പ, വൃദ്ധാവസ്ഥ, ഓൾഡ് ഏജ്. ലാട്ടി, സ്റ്റിക്കാണ് കേട്ടോ, ഊന്നുവടിയില്ലേ, അതാണ് ലാട്ടി. ബർഫീലി നഗരി എന്ന് പറഞ്ഞാൽ സ്നോ കവേർഡ് സിറ്റി, മഞ്ഞുള്ള നഗരം. നേഹ് എന്ന് പറഞ്ഞാൽ സ്നേഹം, പ്യാർ. ആഞ്ച്, ചൂട്. അപ്പം ഇത്രയും മീനിങ്സ് ആണ് ഈ ഒരു പാഠത്തിലുള്ള ന്യൂ വേർഡ്സ് ആയിട്ട് വരുന്നത്. അപ്പം എന്താണ് ഹൈക്കു എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൈക്കു കിത്തനി പങ്ക്തിയോം കി കവിത ഹോത്തി ഹേ. ഹൈക്കു എന്നത് എത്ര വരികളുള്ള കവിതയാണ്? ആൻസർ 3 പങ്ക്തിയോം കി, 3 വരികളുള്ള. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫുഹാർ ശബ്ദ ക അർത്ഥ ക്യാ ഹേ. നമ്മൾ പറഞ്ഞല്ലേ, ഫുഹാറിന്റെ അർത്ഥം വെള്ളത്തുള്ളി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിന് ആൻസർ ഹൽക്കി ബാരി, ചെറിയ ചാറ്റൽ മഴ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നേഹ് ക അർത്ഥ ക്യാ ഹേ. നേഹ് എന്നതുകൊണ്ടുള്ള അർത്ഥം, മീനിങ് എന്താണ്? ആൻസർ സ്നേഹിയ, പ്രേമ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൈക്കു കവിത കി മൂൽ ശൈലി കിസ് ദേശ് കി ഹേ. ഹൈക്കു കവിതയുടെ മൂല ആധാരം ഏത് ദേശത്തിൽ നിന്നാണ്? ആൻസർ ജപ്പാൻ കി. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ലാട്ടി ശബ്ദ് യഹാം കിസ് ബാത്ത് കാ പ്രതീക് ഹേ. ലാട്ടി എന്ന വാക്ക് ഇവിടെ എന്ത് കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്? ആൻസർ ബുജുർഗോം കെ സഹാരേക്ക, വൃദ്ധകൾ, അത് വയസ്സായവർക്കുള്ള ആശ്രയത്തെയാണ് ഇവിടെ ലാട്ടി എന്ന് ഉദ്ദേശിക്കുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യൻ, ബർഫീലി നഗരി മേ ക്യാ ഡൂണ്ട്തി രഹി. മഞ്ഞു മൂടിയ നഗരത്തിൽ എന്താണ് അന്വേഷിച്ചത്? ആൻസർ നേഹിക്കി ആഞ്ച്, സ്നേഹത്തിന്റെ ചൂട്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, സാഹബ് കെ ആംഗൻ സദാ ഫുഹാർ യഹാം കിസ് ഹാലത്ത് കി ഓർ ഇഷാര കിയാ ഗയാ ഹേ. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പം എല്ലാവരും അത് പഠിക്കണം. സാഹബിൻ്റെ മുറ്റം എപ്പോഴും ചാറ്റൽ മഴയായിരിക്കും എന്നത് എന്ത് അവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത്? ഇഷാര കിയാ ഗയ എന്ന് പറഞ്ഞാൽ സൂചിപ്പിക്കുന്നത്. ആൻസർ ജീവൻ കെ ഹർ പരിസ്ഥിതി കോ ബി സാഹബ് സമാൻ രൂപ് സെ മാൻതേ ഹേ. അതായത് ജീവിതത്തിലെ ഏതൊരു പരിസ്ഥിതിയും, പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ സാഹചര്യം, സിറ്റുവേഷൻ എന്നൊക്കെ പറയും, അത് സാഹബിനെ ഒരേപോലെ ആയിരിക്കും, ഒരേ രീതിയായിരിക്കും. അതായത് എന്ത് തന്നെ പ്രശ്നങ്ങൾ വന്നാലും പൈസയുള്ളവർക്ക് അത് ഒന്നും തന്നെ അത് ബാധിക്കുകയില്ല. അവർക്കത് എപ്പോഴും ഒരേ രീതിയിലുള്ള പ്രശ്നമായിരിക്കും. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, लाठियां बुढ़ापे की दिखती नहीं, इन पंक्तियों से क्या आशय मिलती है? आंसर बुढ़ापे में सब दूसरों का सहारा चाहते हैं. ചോദ്യം ഒന്നുകൂടി പറയാം. ലാട്ടിയ ബുഡാപ്പേക്ക്, അതായത് വൃദ്ധാവസ്ഥയുടെ ആ വടി, ഊന്നുവടി, ദിക്തി നഹി, കാണാൻ കഴിഞ്ഞില്ല. ഈ വരികളുടെ ആശയം എന്താണ്? അതായത് ബുഡാപ്പേ മേ സബ് ദൂസരോം കാ സഹാര ചാഹത്തെ ഹേ. വൃദ്ധാവസ്ഥയിൽ
എല്ലാവരും മറ്റുള്ളവരുടെ സഹാര എന്ന് പറഞ്ഞ ആശ്രയം, സഹായമാണ് ആഗ്രഹിക്കുന്നത്. വയസ്സായി കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ സഹായമാണ് ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. ലേക്കിൻ വ സഹാര കഹീം സെ മിൽത്താ നഹീ, പക്ഷേ ആ ഒരു ആശ്രയം, ആ ഒരു സഹായം എവിടെ നിന്നും കിട്ടണമെന്നില്ല. അടുത്തത് ബർഫീലി നഗരിമേ നേഹിക്ക് ആഞ്ച് ഡൂണ്ടിനേക്ക ക്യാ താൽപര്യം. മഞ്ഞു മൂടിക്കിടക്കുന്ന നഗരത്തിൽ സ്നേഹത്തിന്റെ ചൂട് അന്വേഷിച്ചു എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആൻസർ നോക്കൂ. യഹ് പങ്ക്തി ബത്താത്തി ഹേ കി ठंडी और भावहीन दुनिया में कवि प्रेम और अपनापन ढूंढती रही लेकिन शायद वह उसे नहीं मिला. ഇവിടെ മഞ്ഞ് മൂടിയ നഗരം എന്നത് നമ്മൾ പറഞ്ഞിട്ടില്ലേ, അവൻ്റെ മനസ്സ് ഒരു കല്ല് പോലെയാണ്, മഞ്ഞു പോലെ ഉറഞ്ഞതാണെന്ന് പറയില്ലേ. അതായത് ഒരു ഭാവവും ഇല്ലാതെ, ഒരു സ്നേഹമോ ദയയോ അങ്ങനെയുള്ള ഒരു ഫീലും ഇല്ലാത്തവരാണ് ഇതുപോലെ മഞ്ഞു പോലെ ഉറച്ചു നിൽക്കുന്നത്. അപ്പോൾ അവരുടെ ഉള്ളിലേക്ക് സ്നേഹത്തിൻ്റെ ചൂട് അന്വേഷിച്ചു എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്നും കൂടിയും പറയാം. യഹ് പങ്ക്തി ബത്താത്തി ഹേക്കി, ഈ വരി പറയുന്നത് ടണ്ടി ഔർ ഭാവഹീൻ ദുനിയ, തണുത്തതും ഭാവഹീൻ എന്ന് പറഞ്ഞാൽ ഫീലിങ്സ് ഇല്ലാത്ത, ഒരു ഭാവവും ഇല്ലാത്ത ദുനിയ, ലോകത്ത് മേ കവി പ്രേം ഔർ അപ്നാപ്പൻ ഢൂണ്ഡത്തി, കവി സ്നേഹവും ആശ്രയവും അന്വേഷിച്ചു. പക്ഷേ ലേക്കിൻ ഷായദ് വ ഹുസൈൻ നെഹിമില, പക്ഷെ അത് അവന് കിട്ടിയില്ല. അപ്പോൾ അവിടെ സ്നേഹത്തിൻ്റെ ചൂട് എന്ന് പറയുന്നത് സ്നേഹം അന്വേഷിച്ചു എന്നു, പക്ഷേ അവിടെ ഒന്നും കിട്ടിയില്ല. എല്ലാവരും ഒരു തരത്തിലുള്ള ഭാവവും ഫീലിങ്സ് ഉള്ള ആളുകളായിരുന്നു എന്ന്. ഇനി 10ാമത്തത് ഹൈക്കുമേ ഭാഷയ്ക്ക് ക്യാ വിശേഷത ഹോത്തി ഹേ. ഹൈക്കുവിൽ ഭാഷയുടെ എന്ത് വിശേഷതയാണുള്ളത്? ആൻസർ ഹൈക്കുമേ കം ശബ്ദോമേ ഗഹരി ബാത്ത് കഹീം ജാത്തി ഹേ. ഭാഷ സംക്ഷിപ്ത് പ്രതീകാത്മക ഔർ ഭാവപൂർണ്ണ ഹോത്തി ഹേ. ഹൈക്കു കവിതയിലെ കം ശബ്ദോമേ വളരെ കുറച്ച് അക്ഷരങ്ങൾ കൊണ്ട് ഗഹരി ബാത്ത് വളരെ ആഴത്തിലുള്ള കാര്യമാണ് പറയുന്നത്. ഭാഷ സംക്ഷിപ്ത്, ഭാഷ വളരെ സംക്ഷിപ്തമാണ്, പ്രതീകാത്മകമാണ്, ഭാവപൂർണ്ണമാണ് കേട്ടോ. അതായത് ആ ഒരു 3 വരിയിൽ തന്നെ വളരെയധികം ആശയം ഉണ്ട്. ഇനി 11 ലാട്ടി ഔർ ഫുഹാർ കിൻ ബാത്തോം കാ പ്രതീക് ഹേ. വടിയും അതുപോലെ ആ വെള്ളത്തുള്ളികളും എന്ത് കാര്യങ്ങളുടെ പ്രതീകങ്ങളാണ്? ലാട്ടി ബുജുർഗോം കെ സഹാരേക്ക പ്രതീക്. അവിടെ വടി എന്നത് വൃദ്ധരുടെ ആശ്രയത്തിന്റെ പ്രതീകമാണ്. ഫുഹാർ സുഖസുവിധ ഔർ ഐശ്വര്യക പ്രതീക്. ഫുഹാർ എന്നത് സുഖസുവിധയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമാണ്. ഇനി ആസ്വാദന ടിപ്പണിയാണ് കേട്ടോ. സിന്ദഗി കാ സഫർ ശീർഷക് से प्रस्तुत ये हाइकू छोटी छोटी पंक्तियों में गहरे जीवन अनुभवों को उजागर करते हैं. उपेक्षा और प्रेम की गोज जैसी सच्चाइयों को संवेदनशीलता से उजागर करती है. भाषा बहुत ही सशक्त, प्रतीकात्मक और मार्मिक है. इन हाइकुओं के माध्यम से हमें यह समझने को मिलता है कि जीवन केवल भौतिक सुख का नाम नहीं बल्कि संवेदना, स्नेह और सहारे की गोज भी है. इനി അടുത്ത ക്വസ്റ്റ്യൻ, സിന്ദഗി की चुनौतियां विषय पर टिप्पणी लिखे. ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ കുറിച്ചിട്ട് ഒരു കുറിപ്പ് എഴുതാനാണ്, അത് വായിക്കാം. സിന്ദഗി മേ സബി കോ കോയി ന കോയി പരേശാനി യാ മുഷ്കിലാത്തി ഹേ. ജീവിതത്തിൽ എല്ലാവർക്കും എന്തെങ്കിലും തരത്തിലുള്ള പരേശാനികളും മുഷ്കില്, അതായത് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നു. യേ ഹി ചുനൗത്തിയാം ഹമേ മസ്ബൂത് ബനാത്തെ ഹേ. അവയെല്ലാം നമ്മളെ ഒരു വെല്ലുവിളിയായിട്ട് നമ്മളെ സ്ട്രോങ് ആക്കുന്നു. മസ്ബൂത് ബനാത്തി ഹേ പറഞ്ഞാൽ നമ്മളെ ശക്തരാക്കുന്നു. ജബ് ഹം കഠിൻ സമയമേ ബി ഹിമ്മത്ത് സെ കാം ലേത്തെ ഹേ. എന്ത് ബുദ്ധിമുട്ടുള്ള സമയത്ത് നമ്മൾ ഹിമ്മത്ത് സെ ധൈര്യത്തോടെ ജോലി ചെയ്യണം. തബ് ഹം ആകെ ബഡത്തെ, അപ്പോൾ നമുക്ക് മുന്നേറാൻ സാധിക്കും. ഡർനേസെ നെഹി, പേടിച്ചത് കൊണ്ടല്ല. ബാലി കോശിഷ് കർണേസെ ഹം സഫലത പാത്തെ ഹേ. കോശിഷ് കർണ എന്ന് പറഞ്ഞാൽ എന്താ? പരിശ്രമത്തിലൂടെയാണ് നമുക്ക് ലക്ഷ്യം ഉണ്ടാവുള്ളൂ, നമുക്ക് സഫലമാവുകയുള്ളൂ. ഇസ്ലിയെ ഹമേ ചുനൗത്തിയോം സെ ഘബരാന നെഹിം ചായി. അതുകൊണ്ട് നമ്മൾ വെല്ലുവിളികളെ പേടിക്കരുത്. ബലിക് ഉൻകാ സാമന കർണ ചായി. അതുകൊണ്ട് അത് നമ്മൾ നേരിടണം. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്നും നമുക്ക് ജിന്ദഗിക്ക് ചുനൗത്തിയം എന്ന ഒരു വിഷയത്തെ കുറിച്ചിട്ടുള്ള ഒരു ടിപ്പണിയൊക്കെ ചോദിക്കുന്നുണ്ട്. അതേപോലെ നമുക്ക് ഓരോ ഹൈക്കുവിൻ്റെയും ആശയവും നമുക്ക് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. അതായത് ആദ്യത്തെ 3 വരി തന്നിട്ട് ഇതിൻ്റെ ആശയം എന്താണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ അടുത്ത 3 വരി തന്നിട്ട് ഇതിൻ്റെ ആശയം ചോദിക്കാം, അതും അല്ലെങ്കിൽ മൂന്നാമത്തെ അത്
അപ്പോൾ ഈ 3 എണ്ണത്തിൻ്റെയും 3 ആശയങ്ങൾ നിങ്ങൾ പഠിക്കണം. ഓരോ ആശയം എഴുതുമ്പോഴും അതിൻ്റെ കവിയെക്കുറിച്ച് കൂടി മെൻഷൻ ചെയ്തിട്ട് വേണം പഠിക്കാൻ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് 2ാമത്തെ ചാപ്റ്ററിലുള്ള നോട്ട്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.